അതായത് ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഇവർ സെൽഫായിട്ട് വിഡ്രോ ചെയ്യും, അതിൽ നിന്ന് മാറിയിട്ട് നാട്ടുകാരുടെ വർത്തമാനം കേൾക്കും. അതിൻ്റെ കാര്യം അവരെ വിളിക്കണത് പീരിക്കൽ. അവരെ ബ്രാൻഡ് ചെയ്യണത് എങ്ങനെ? അവരുടെ കൂടെ ആ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആരാണെന്ന് അറിയാവാ? ഒന്ന് വായിച്ചേ. ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ദൈവം വിശ്വസ്തനായിക്കൊണ്ട് ദൈവം ഉടമ്പടി പാലിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വിഷയമില്ലേ, ദൈവത്തിനെ അവിശ്വസിക്കുകയും അവിശ്വസ്ത കാണിച്ചുകൊണ്ട് ലോകത്തിന് ദൈവത്തേക്കാൾ കൊണ്ട് അനുസരിച്ചില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കറിയാം, ഈ അനുതാപവും കാലവിളംബവും തമ്മിൽ ഇൻ്റർകണക്റ്റഡാണ്. അനുതാപവും കാലവിളംബവും. ഇപ്പം നിങ്ങൾക്ക് കാലവിളംബം വരുന്നു എന്ന് കാണുന്നില്ലേ? കാലവിളംബം വരുന്നത് എന്തുകൊണ്ടാണ്? 2 പത്രോസിൻ്റെ 3:8 പറഞ്ഞ എന്താണ്? കാലവിളംബം ദൈവത്തിൻ്റെ പദ്ധതിയല്ല. പിന്നെ എന്താണ്? നിങ്ങൾ അനുതപിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ദീർഘക്ഷമയാണെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യത്തിന് കാലവിളംബം വരുന്നുണ്ടെങ്കിൽ ഇപ്സോഫാത്തോ അതിനർത്ഥം എന്താണ്? ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു വെച്ചാൽ അർത്ഥം എന്താണ്? ആരും നശിച്ചു പോകാതിരിക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വായിച്ചോളൂ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ. എന്താ പറയണത്? ആരും നശിച്ചു പോകാതെ. ഇത് നിത്യതയുടെ കാര്യമാണ് ഈ പറയണത്. അല്ല നിങ്ങൾ കാറിടിച്ച് ചാകണ കാര്യമല്ല പറയണത്. ആരും നശിച്ചു പോകാതെ. കാര്യം ഇവിടുന്ന് IELTS പാസ്സായാലും നിത്യത കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് 10 മക്കളെ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു, മക്കളിലായിരുന്നു ഉടമ്പടി എടുത്ത് 10 പെട്ടെന്ന് വിചാരിച്ചു, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞാലും ഈ 10 മക്കളും അമ്മയും കൂടി നരകത്തിൽ പോയാലും എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. നിങ്ങൾ കിട്ടുന്ന ഭൗതിക ആനുകൂല്യത്തിൻ്റെ പേര് ദൈവത്തെ നിങ്ങൾ അളക്കരുത്. മറിച്ച് എന്താ സംഭവിക്കണത്? ഇതിൻ്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിമുണ്ട്. നിങ്ങൾക്കൊരു നയമുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ ദൈവത്തിന് വേറൊരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഭൗതിക ആനുകൂല്യങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്തെല്ലാം കൈപ്പറ്റിയാലും ലോകം മുഴുവൻ നേടിയാലും 16 എടുത്ത് മത്തായി 16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ലോകം മുഴുവൻ നേടിയാലും. വായിച്ചോളൂ. മത്തായി 16:26. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ബൈബിളിൻ്റെ നിലപാട് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ ഇല്ലയോ? 2 തരത്തിലുള്ള പ്രയോജനമാണ് ദൈവം. നിങ്ങൾ അതായത് ഈസ് ഇറ്റ് യൂസ്ഫുൾ ഓർ നോട്ട്. നമ്മൾ പറയും ഇറ്റ് ഈസ് യൂസ്ഫുൾ. നിങ്ങളുടെ സ്ഥലം വിറ്റോ, അപ്പോൾ യൂസ്ഫുള്ളായി. നിങ്ങളുടെ ജപ്തി ഒഴിഞ്ഞു പോയി, യൂസ്ഫുള്ളായി. കാനഡയിൽ PR കിട്ടി, യൂസ്ഫുള്ളായി. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു, പീസ്ഫുള്ളായി. നിങ്ങൾ വീട് വെച്ചു, അതുപോലെ യൂസ്ഫുള്ളായി. പക്ഷേ ദൈവം പറയും ഇറ്റ് ഈസ് യൂസ്ലെസ് എന്ന് പറയും. ദൈവം എന്താണ്? നിങ്ങൾ കല്യാണം കഴിച്ചാലും മക്കളുണ്ടായാലും സ്ഥലം മേടിച്ചാലും ജോലി കിട്ടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഇറ്റ് ഈസ് യൂസ്ലെസ്. അപ്പം നമ്മൾ യൂസ്ഫുള്ളാണെന്ന് പറയുന്ന കാര്യം ദൈവം യൂസ്ലെസ് എന്ന് പറയും. എന്താ കാര്യം? അതുകൊണ്ട് നിത്യത ഒരു മനുഷ്യൻ്റെ ഉടമ്പടി പാക്കേജിലുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താ കാര്യം? ദൈവം എന്തുകൊണ്ടാണ് കാലവിളംബം വരുത്തുന്നത്? എന്തുകൊണ്ടാണ്? അത് ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളത്? കാത്തിരിക്കണം. ദൈവം കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് താമസിക്കണതല്ല പ്രശ്നം.
അല്ല നിങ്ങൾ പറയാം അവിടെ എന്ത് നോൻപാണ് അവർക്ക്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ ഡിപ്ലോമസി ഇല്ല, അംബാസഡറിനെ തിരിച്ചു വിളിച്ചു. അതൊക്കെ നിങ്ങൾ പറഞ്ഞ ഭൗതിക കാര്യങ്ങളാണെന്ന്. ദൈവത്തിൽ ഇതൊന്നും പ്രശ്നമല്ല. ഏത് ഡിപ്ലോമസി ഇല്ലെങ്കിലും ദൈവം നിൻ്റെ ചീട്ടെടുത്താണുള്ളത്. അത് ഗവൺമെൻറ്റുകൾക്ക് അതീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങൾ. ദൈവം എന്തുകൊണ്ട് കാലവിളംബം വരുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ആരും ഇതെല്ലാം നേടിയിട്ടും ആരും നശിച്ചു പോകരുത്, നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് എന്തു ചെയ്യും? അവിടുന്ന് ദീർഘക്ഷമ വരുത്തും. എന്നുവെച്ചാൽ ക്ഷമ തന്നെ ദീർഘക്ഷമ, ക്ഷമിച്ചുകൊണ്ടങ്ങനെ ഇരിക്കും. ക്ഷമ 1-ാം ഘട്ടം, ക്ഷമ 2-ാം ഘട്ടം, ക്ഷമ 3-ാം ഘട്ടം, ക്ഷമ 4-ാം ഘട്ടം, ക്ഷമ 5-ാം ഘട്ടം. എന്തിനാണ് ക്ഷമിക്കണത്? നിങ്ങളുടെ തിന്മയിൽ നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ക്ഷമിക്കണത്. മനസ്സിലായില്ലേ? ദീർഘക്ഷമയുടെ ഉദ്ദേശം എന്തിനാണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9. ആരും നശിച്ചു പോകാതെ, പറഞ്ഞോളൂ, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദൈവം നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് ഈ കാലം ഇങ്ങനെ ദീർഘിച്ചുകൊണ്ട് പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈട് വിൽക്കാൻ താമസിച്ചു, രോഗം സൗഖ്യമാകാൻ താമസിച്ചു, കുഞ്ഞ് ഉണ്ടാകാൻ താമസിച്ചു എന്ന് വെച്ചാൽ അത് ടെക്നിക്കൽ പ്രോബ്ലം അല്ല, മറിച്ച് സ്പിരിച്വൽ പ്രോബ്ലമാണ്. എന്താണ്? ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. എന്തിനാണ് ദീർഘക്ഷമ കാണിക്കണത്? ആരും നശിച്ചു പോകാതെ നിങ്ങൾ അനുദപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കണത്. അനുദപിക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 2015 അമ്മ ഉടമ്പടി തരുമ്പോൾ ഫസ്റ്റ് വേർഡ് എന്താണെന്ന് അറിയാമോ? അനുസരിച്ചാൽ അവർ അനുഗ്രഹം ഐശ്വര്യം പ്രാപിക്കും. ഐശയ്യാ 1:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പോൾ അനുസരണം എന്നാ വിളിക്കണത്. അനുതാപത്തിന് വിളിക്കണ പേര് അനുതാപം എന്നല്ല, എന്താ? ഒബീഡിയൻസ് എന്നാ വിളിക്കണത്. ഫെയ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒബീഡിയൻസാണ്. ഫെയ്ത്തിന് അനുസരണം എന്നാണ് വിളിക്കുന്നത് ബൈബിള്. കണ്ടൻറ്റ് വൈസ് അതാണ്. അപ്പോഴേ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ഒരു മനുഷ്യൻ കാണപ്പെടാത്ത ലഭിക്കുമോ എന്നുള്ള പ്രത്യാശയേക്കാളുപരി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം വചനത്തിലാണ്. പക്ഷേ വചനത്തിലുള്ള എന്ത് വിശ്വാസമാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ അനുസരിക്കുന്ന വിശ്വാസമാണ്. ഫെയ്ത്ത് ഈസ് ഒബീഡിയൻസ്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറഞ്ഞത് എന്താണ്? അനുസരണമാണ്. അല്ല നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് ലിപ് സർവീസായിട്ട് മാറുകയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സ്ഥാനമില്ലാതിരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവിശ്വാസികളായിട്ടാണ് തുടരുന്നത്. അവിശ്വാസികളോട് ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? ദൈവം നിങ്ങൾ നശിച്ചു പോകാതെ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തിൽ പുതിയതായി മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാ മേഖലകളിലെയും അനുതാപത്തിൻ്റെ ഒരു കാത്തിരിപ്പ് ദൈവം നടത്തുകയാണ്. അപ്പോൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കാത്തിരിക്കുന്നുവെന്നുള്ളതാണ്. ദൈവം കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നുവെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ വചനത്തെ അനുസരിക്കാൻ കാത്തിരിക്കുന്നുവെന്നാണ്. എത്രയോ പേരാണ് വചനത്തെ അനുസരിക്കാത്തത്, ഉടമ്പടിയെ അനുസരിക്കാത്തത്. എല്ലാവരും വിചാരിച്ചിരിക്കണം ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 മണിക്ക് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എല്ലാം ആയെന്നാണ്. ഉടമ്പടി അതിൻ്റെ ഒരു 30% ആകുന്നുള്ളൂ. ബാക്കിയുള്ളത് എല്ലാം എന്താണ്? ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന് പറയുന്ന അനുസരണമുണ്ട്. ആ കർത്താവിൻ്റെ വചനത്തോട് അനുസരണം എന്താണ്? അപ്പോൾ നീതിമാൻ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ രോഗിയെ കണ്ടത്, കാരാഗ്രഹവാസിയെ കണ്ടിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആരെല്ലാം ശുശ്രൂഷിച്ചു? അതെല്ലാം ഞാനായിരുന്നതാണ്. അതായത് കർത്താവിനെ മറ്റു വ്യക്തികൾ കാണാൻ വേണ്ടി ഞാൻ തയ്യാറായിക്കൊള്ളാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ഉടമ്പടിക്കുമ്പോൾ പറയുന്നത് എന്താണ്? മറ്റു വ്യക്തികൾ സഹായം ആവശ്യമുള്ളവർ ഞാൻ കർത്താവിനെ കണ്ടോളാം. അവരെ മനുഷ്യരെ ഞാൻ കാണുന്നില്ല, അവിടെ ജാതി നോക്കണില്ല,
അവരുടെ ആവശ്യം നോക്കിക്കൊണ്ട് ഞാൻ അവരെ സഹായിച്ചോളാം, അത് ക്രിസ്തുവായി കണ്ടോളാം. ഈ പപ്പടക്കാരത്തിൻ്റെ കാര്യമൊക്കെ അറിയാവോ? പപ്പടക്കാരത്തി ആദ്യകാലങ്ങളിൽ ഈ പ്രത്യക്ഷീകരണമൊക്കെ തന്നെ പ്രാർത്ഥന നടന്നതേ. കാര്യം അവളെ സംബന്ധിച്ചുള്ളൊരു പപ്പടം ഉണ്ടാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് ജീവിക്കേണ്ടത്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ കിഡ്നി പോയില്ലേ, അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയം ഇപ്പോൾ ബ്ലോക്കായില്ലേ, ഇപ്പോൾ അത് ഓപ്പറേഷൻ വേണമെന്ന് പറയണില്ലേ. അപ്പോൾ എങ്ങനെ അവൾക്ക് സമയമുണ്ട്? രോഗികളെ പോയി കാണാൻ, വീട്ടിൽ തന്നെ രോഗിയുണ്ടല്ലോ, രോഗികളെ പോയി കാണാൻ പറ്റുമോ? അതുപോലെ തന്നെ ആർക്കെന്ത് ഭക്ഷണം കൊടുക്കാനാണ്? അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ, അവർ തന്നെ ജീവിതത്തിൽ പപ്പടം എടുത്തിട്ട് ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുകയല്ലേ. അപ്പോഴിങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവൾ നിർത്തിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിയിരിക്കുമ്പോൾ ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്, ഷീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. കാര്യം ഉടമ്പടിയിൽ അനുസരിക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. അവർക്കത് സാധ്യതയുണ്ട്, സാധ്യതയില്ല എന്നല്ല പ്രശ്നം. സാധ്യതയില്ലാത്ത ഒരു സാധനം ഉടമ്പടിയില്ല. എല്ലാ കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും മറ്റുള്ളവരുടെയൊക്കെ അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്ത് എന്തുകൊണ്ടാണ് ആൾക്കാർ വേളാങ്കണ്ണി പോകുന്നത്? സാധ്യതയില്ലാച്ചിട്ടാണ്. സാധ്യതയുണ്ട്. ചില ആൾക്കാരൊക്കെ ഞാൻ ചെറിയ ഇടവക ചെല്ലുമ്പോൾ മുട്ടയടിച്ചിരിക്കണം കാണാം. അപ്പോൾ അവർ പണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ള പാർട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടമാണ്, കരച്ചിലാണ്, വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അവർ തന്നെ അതേ സമയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടുന്നാണ് രക്ഷയെന്നറിയാൻ പാടില്ലാതെ അവരിങ്ങനെ പരക്കാൻ പാടില്ല. ദേ ആർ നോട്ട് ഇൻ കവനൻറ്റ്. കാരണം ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. ഇത് ലാസ്റ്റ് ഓപ്ഷൻ പ്രെയറാണ്. ലാസ്റ്റ് ഓപ്ഷൻ പ്രെയർ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷനാണ്. അതേസമയം തന്നെ ദൈവവചനത്തിൻ്റെ സംഗ്രഹം കാച്ചി കുറുക്കി സത്ത് പിഴിഞ്ഞ് കടഞ്ഞെടുത്തിരിക്കണതാണ് ഈ ഉടമ്പടിയിൽ. അത് വിശ്വസ്തയോടെ സത്യസന്ധമായിട്ടൊരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടയാളം കാണാൻ തുടങ്ങും. ഈ അടയാളം കാണാതെ ഈ അപേക്ഷക്കത്ത് കൊണ്ടുവന്ന് കെട്ടിത്താത്തിട്ടും പോയിട്ടുള്ള ആൾക്കാരാണ് അഭ്യാസം കാണിച്ച് മുട്ട അടിച്ച് നടക്കുന്നത്. പക്ഷേ ഞാനതിന് തെറ്റൊന്നും പറയണില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം മുട്ട അടിച്ചുകൊണ്ട് തീരുന്നതല്ല ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ വിഷയം. ദൈവം ദീർഘക്ഷമയുടെ വിഷയം എന്ന് പറയുന്നത് നിൻ്റെ മുടി മുറിച്ച കൊണ്ട് മുട്ട അടിച്ചുകൊണ്ട് തീരത്തില്ല. പിന്നെ എന്താ തീരണത്? നീ അനുസരിക്കണമെന്നാണ് പറയണത്. എന്തനുസരിക്കണം? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ക്ലിൻറ്റനത്തെ എന്നാ പ്രസംഗിച്ചിരിക്കണത്? അതായത് ആ സാക്ഷ്യം കേട്ട ആൾക്കാരുടെ സമയത്ത് ഇപ്പോഴും ശത്രുക്കൾ നിലനിൽക്കുന്നു, 10 വർഷമായിട്ട് സംസാരിക്കാത്ത ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ കവനൻ്റിലല്ല, നിങ്ങളെ ദീർഘക്ഷമയോടെ ദൈവം കാത്തിരിക്കുന്നു എൻ്റെ അർത്ഥം. അതിനനുസരിച്ച് വചനത്തെ അനുസരിക്കുന്നതിലൂടെ എന്താണ് ഇനിയും അനുസരിക്കാത്തത് നിങ്ങൾ ചിന്തിക്കണം. ഏത് വിഷയമാണ് ഞാൻ അനുസരിക്കാത്തത്? എനിക്കിപ്പോഴും രഹസ്യ പാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും അതുപോലെ തന്നെ മോഹപാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും കുമ്പസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ? നിങ്ങൾ 2 ആഴ്ച കുമ്പസാരിക്കണോ 2 മാസം കുമ്പസാരിക്കണോ എന്നല്ല പ്രശ്നം. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ദൈവിക ലക്ഷ്യമെന്ന് പറയുന്നത് കുമ്പസാരിക്കേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുമ്പസാരിക്കേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അതിന് ആന്തരികമായ അഭിഷേകം മേടിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആന്തരികമായ അഭിഷേകം കിട്ടിക്കൊണ്ട് പാപസാഹചര്യം ദൈവം മാറ്റുകയും പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് നിൽക്കുന്ന കഴിയുമ്പോൾ ഈ ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം ഷോർട്ട് ചെയ്യണം കാണാം. നിങ്ങൾ ഷോർട്ട് ചെയ്യും. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പാപത്തെ തന്നെ, പാപത്തിൻ്റെ സാഹചര്യത്തെയാണ്. പാപം മൂലം നമുക്കുണ്ടാകുന്ന കൊച്ചു സന്തോഷങ്ങളും ഭൗതികമായ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരി നിൻ്റെ ജീവനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ പോളിസിയായ കാലവിളംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. നിൻ്റെ ഉടമ്പടിയുടെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകും. അത് നീ വിചാരിക്കണം മാത്രമല്ല, നീ വിചാരിക്കാത്ത കാര്യങ്ങളെ കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് നന്മയാണെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഉടമ്പടി എടുത്ത് പപ്പടച്ചെടുത്തി ഈ ഭർത്താവിൻ്റെ അവർക്ക് ആന്തരികമായ ബോധ്യം കിട്ടി, കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടും. ഇതാണ് ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യും, അത് മുളയെടുക്കണം നീ അറിയണില്ല എന്ന് പറഞ്ഞില്ല ഐസയ 43:18. അപ്പോൾ അവർക്കറിയാം കർത്താവ് ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ച് അവൾക്ക് ഒരു മുന്നറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? ഓരോ ദിവസം ചെല്ലുമ്പോൾ മനുഷ്യൻ നെഞ്ചുവേദന കൂടുന്നു. അതേസമയം തന്നെ ഡോക്ടറെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ മുമ്പത്തെ പോലെ ക്രിയാറ്റിന് മാറ്റമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല. ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല. പ്രഷർ കൂടുതലാണ്. ഈ പ്രഷർ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല. അപ്പോഴും ഈ ഡോക്ടർ എപ്പോഴും ഇങ്ങനെ ഓപ്പറേഷൻ എന്ന് പറയുകയും
അതേസമയം തന്നെ ഈ കിഡ്നി, ആദ്യത്തെ കിഡ്നി മാറ്റിയാൽ 3 ലക്ഷം രൂപ കടവിരിക്കുകയും മറ്റുള്ള കാര്യത്തിൽ എന്തുമാത്രം കട എവിടെ നിന്ന് മേടിക്കുമെന്ന് അറിയാൻ പാടാതിരിക്കുകയും ഇവർ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അവർ. കടന്നു പോകുമ്പോഴൊക്കെ അവർക്ക് മനസ്സിൽ തോന്നിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാക്കോബ് 1:3 എടുത്തേ. അവർക്കത് ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷീസ് നോട്ട് ഫീലിംഗ് സോ. അങ്ങനെ അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. നമ്മളെ കേട്ടിട്ട് നമുക്ക് ഹാപ്പി അല്ലല്ല, ഇത് കേട്ടിട്ട് നമ്മളെ ഹാപ്പിയല്ല, പക്ഷെ അവർ ഹാപ്പിയാണ്. അതെന്താ കാര്യം? അതിന് കാരണമുണ്ട്. യാക്കോബ് 1:3 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പറഞ്ഞ യാക്കോബ് 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അതാണ് ഫിഡലിറ്റി, വിശ്വസ്തത. വിശ്വസ്തതയ്ക്ക് സ്ഥിരവിശ്വാസം എന്ന പേരാണുള്ളത്. എന്താണ് ഫിഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിബ്ലിക്കലി സ്പീക്കിംഗ് അതൊരു സ്ഥിരവിശ്വാസമാണ്. വിശ്വാസത്തിന്, കേവല വിശ്വാസത്തിന് കുഴപ്പമുണ്ട്, ഗ്യാപ്പുണ്ടാവും. ഇന്ന് വിശ്വസിച്ച് നമ്മൾ നാളെ ECG എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ബ്ലോക്ക് കാണുമ്പോൾ വിശ്വാസം ഉരുകിപ്പോവും. സാധാരണ വിശ്വാസത്തിന് കുഴപ്പം അതാണ്. മനസ്സിലായില്ലേ? സാധാരണ ആൾക്കാർക്കുള്ള വിശ്വാസം, കോമൺ പീപ്പിളിനുള്ള കോമൺ ഫെയ്ത്ത്, ഞാൻ അതിനെ കോമൺ ഫെയ്ത്ത് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഉള്ളത് കോമൺ ഫെയ്ത്താണ്, നോട്ട് പെർട്ടിക്കുലർ ഫെയ്ത്ത്. പെർട്ടിക്കുലർ ഫെയ്ത്ത് എന്ന് പറയുന്നത് പെർമനൻറ്റ് ഫെയ്ത്താണ്, സ്ഥിരവിശ്വാസമാണ്. സ്ഥിരവിശ്വാസം ഡോക്ടറല്ല. ഇനിയിപ്പോൾ ഈ മനുഷ്യൻ പടത്തിൽ താഴെ വീണാലും ഈ പപ്പടക്കാരത്തി കൈയും ചൂട്ടി നിൽക്കും. എന്താണ്? കർത്താവ് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് അവസാനമല്ലെന്ന്. കാര്യം ദൈവത്തെ പഠിപ്പിക്കപ്പെടുന്നു. അവരെല്ലാം 6:45 എടുത്ത് ശ്രദ്ധിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. എന്താണ്? ഒരു വ്യക്തി, അതായത് അവർ തിയോളജി പഠിച്ച്, ഈ പെപ്പടക്കാരത്തി ചേർത്ത് ഞങ്ങളെപ്പോലെ തിയോളജി പഠിച്ചിട്ടില്ല, ബൈബിളും ക്ലാസ്സിലും പോയിട്ടില്ല. പക്ഷെ ഭജനം എന്താ പറയണത്? ബൈബിൾ ക്ലാസ്സിൽ പോയ എല്ലാവരും, ദൈവശാസ്ത്രം പഠിച്ച എല്ലാവരും എന്നല്ല, അവരെല്ലാവരും കോമൺ പീപ്പിളാണ്. എല്ലാവരും ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നോ അവരെല്ലാവരും കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിയാറ്റിൻ കുറയുന്നില്ല, പ്രഷർ കുറയുന്നില്ല, പക്ഷേ ഓപ്പറേഷൻ നീക്കി കൊണ്ടുപോകുന്നു. അപ്പോഴും ഡോക്ടർ ഓപ്പറേഷനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ ഓപ്പറേഷൻ തന്നെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇവരത് സ്ഥിരീകരിക്കണില്ല. ഇവരെന്താണ്? ഐസയ്യാ 43:18 അനുസരിച്ചുകൊണ്ട് ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യും, അത് മുളയെടുക്കണം അവരറിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരാ വചനത്തിൻ്റെ അനുഭവത്തെ, ആന്തരിക അനുഭവത്തിൽ ജീവിക്കാൻ. അതുകൊണ്ട് അവർ ഓപ്പറേഷന് വേണ്ടി പൈസക്ക് ഒന്നും പോകുകയോ അലട്ടൽ സ്വയമായിട്ട് അലട്ടുക ഒന്നുമില്ല. അവർ സ്ഥിതപ്രജ്ഞനെപ്പോലെ ഇങ്ങനെ പോവുകയാണ്, കാര്യങ്ങൾ ഒരു കൂളായിട്ട് പോവുകയാണ്. അതിന് പ്രാർത്ഥന, കൃത്യനിഷ്ഠമായ പ്രാർത്ഥന. ഇതിനിടയ്ക്ക് വേറെ പരിപാടി. അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവർക്കെന്താ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനമാണ്, പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രം കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഈ രോഗികളെ കാണുന്നതിൽ, ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം റെക്ടിഫൈ ചെയ്യും പാവം. ഒന്ന് ചിന്തിക്കുക, അവരുടെ ലിമിറ്റഡ് റിസോഴ്സാണ്. അവരുടെ വരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അവർ രോഗികളെ പോയി കാണാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുക, അവിടെ ഉള്ളതിൽ നിന്ന് പൈസ കൊടുക്കാൻ തുടങ്ങും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും, രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, മറ്റു രോഗികൾക്ക് ആശുപത്രി പോയി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. പിന്നല്ല, ഇവർ വേറെ പരിപാടിയൊക്കെ ചെയ്യും. ഇവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഇറങ്ങും, അല്ലെങ്കിൽ രോഗികളുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കും, വയറിളക്കം തൊട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് പേര് വെട്ടിയിട്ട് ആശുപത്രിയിൽ നിന്ന് അതായത് ഇനി ചികിത്സയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള രോഗിനെ കാണും. കിടക്കയോട് കൂടിയാണ് ആശുപത്രി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ ആ വഴി കൂടി പോകുമ്പോൾ ഈ ചേട്ടനെ കാണും. ചേട്ടനെ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ചേട്ടനാണ്. ചേട്ടനെ മരിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് പോയി ഈ ചേട്ടൻ അവരുടെ വീട്ടിലെ അനുവാദത്തോടു കൂടി ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ആ ചേട്ടൻ്റെ വയറിലും മുതുകത്തിലും പുരട്ടി കൊടുക്കും. പിറ്റേ ദിവസം വഴി അതിൽ അവർ നടന്നു പോകുമ്പോൾ ഈ ചേട്ടൻ വന്ന് കട്ടിൽ അവിടെ മുറ്റത്ത് വന്ന് കസേര ഇരിക്കണ കാണാം. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ നോക്കിയാൽ ഒരു കർത്താവിൻ്റെ ശക്തി ഈ വ്യക്തി പ്രവർത്തിക്കണം കണ്ടില്ലേ? ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ധർമ്മസാക്ഷിയാണ് ഇവർ. അതായത് ഇവരുടെ വീട്ടിൽ ആവശ്യത്തിന് കൂടുതൽ പ്രശ്നമുണ്ട്. എന്നിട്ട് അവർ ആ ഉടമ്പടിയുടെ ഇവാഞ്ചലൈസേഷൻ, അതായത് കർത്താവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ള ആ ജോലി അവർ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും. അതെന്താ കാര്യം? ഒരു പുതിയ കാര്യം മുന്നെടുക്കാൻ പോകുന്നത് അവർ തിരിച്ചറിയുന്നുള്ളിൽ. അപ്പോൾ ദൈവാത്മാവിനെ പ്രേരിതരായിട്ട് നമുക്കറിയാം 8:14 എടുത്ത് റോമ 8:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.